കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചുവന്നപ്പോൾ ദുര്യോധനൻ തന്റെ അമ്മാവനായ ശകുനിയുമായി ചേർന്ന് പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിച്ചു. ചതിയിൽ അഗ്രഗണ്യനായ ശകുനിയാണ് പാണ്ഡവർക്കെതിരെ കളിച്ചത്. ചൂതുകളിയിൽ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ സ്വന്തം രാജ്യവും സമ്പത്തും സഹോദരന്മാരെയും ക്രമേണ നഷ്ടപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടതിനുശേഷം യുധിഷ്ഠിരൻ തന്റെ ഭാര്യയായ പാഞ്ചാലിയെയും പണയപ്പെടുത്തി ചൂതുകളിക്കുകയും തോൽക്കുകയും ചെയ്തു. പാഞ്ചാലി അടിമയായി തീർന്നപ്പോൾ കൗരവർ അവളെ അപമാനിക്കാൻ തീരുമാനിച്ചു. ദുര്യോധനൻ തന്റെ സഹോദരനായ ദുശ്ശാസനനോട് പാഞ്ചാലിയെ രാജസഭയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. പാഞ്ചാലി താൻ രജസ്വലയാണെന്നും ഒറ്റ വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നും അറിയിച്ചു. എന്നിട്ടും ദുശ്ശാസനൻ അവരെ ബലമായി മുടിയിൽ പിടിച്ച് രാജസഭയിലേക്ക് കൊണ്ടുവന്നു. സഭയിൽ വെച്ച് ദുശ്ശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ ശ്രമിച്ചു. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ മഹാന്മാരായ വ്യക്തികളടങ്ങിയ സദസ്സിൽ വെച്ച് ഈ അപമാനം കണ്ടിട്ടും ആരും പാഞ്ചാലിയെ സഹായിക്കാൻ മുന്നോട്ടു വന്നില്ല. സർവ്വപ്രതീക്ഷകളും നഷ്ടപ്പെട്ട പാഞ്ചാലി മനസ്സുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചു. പാഞ്ചാലിയുടെ വിളികേട്ട് കൃഷ്ണൻ ദിവ്യശക്തികൊണ്ട് അവളുടെ സാരി നീട്ടി നൽകി. ദുശ്ശാസനൻ എത്ര വലിച്ചിട്ടും ആ വസ്ത്രം അവസാനിച്ചില്ല. ഒടുവിൽ തളർന്നുപോയ ദുശ്ശാസനൻ ആ ശ്രമം ഉപേക്ഷിച്ചു. ഈ അപമാനത്തിൽ ദുഃഖിതയായ പാഞ്ചാലി തനിക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യുന്നതുവരെ തന്റെ മുടി കെട്ടില്ലെന്ന് ശപഥം ചെയ്തു. ഭീമനും ദുശ്ശാസനന്റെ നെഞ്ചു പിളർന്ന് രക്തം കുടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. പിന്നീട് കുരുക്ഷേത്രയുദ്ധത്തിൽ ഈ പ്രതിജ്ഞകൾ നിറവേറ്റപ്പെട്ടു. ഭീമൻ ദുശ്ശാസനനെ കൊന്ന് നെഞ്ചുപിളർന്ന് രക്തം കുടിക്കുകയും പാഞ്ചാലി ആ രക്തത്തിൽ മുടി കഴുകി കെട്ടുകയും ചെയ്തു. ഇത് പാണ്ഡവർക്കും കൗരവർക്കുമിടയിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുകയും ഒടുവിൽ കുരുക്ഷേത്രയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു.